ഹലോ ഗായ്സ്, ഞാനേ നമ്മുടെ മട്ടാഞ്ചേരിയിലെ കുര്യച്ചൻ്റെ നട വരെ ഒന്ന് പോവാണേ. അപ്പം ഞാൻ കരുതി എന്തായാലും അവിടം വരെ പോവാ, കയ്യിൽ ഫോണും ഉണ്ട്. വെറുതെ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് അങ്ങ് ചെയ്തേക്കാന്ന്. ഒരു രസമല്ലേ ഇതൊക്കെ. അപ്പോൾ ഞാൻ ഇതാ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പ്രൈവറ്റ് ബസ് പിടിച്ച് നേരെ വടക്കേക്കോട്ടയിൽ ചെന്നങ്ങ് ഇറങ്ങും. അവിടുന്ന് മെട്രോ പിടിച്ചിട്ട് കല്ലൂർ സ്റ്റേഷനിൽ പോയി ഇറങ്ങും. അവിടെ നിന്ന് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവളെയും കൂട്ടിയിട്ട് നേരെ ഫോർട്ട് കൊച്ചി. അതാണ് ഉദ്ദേശം. അപ്പോൾ ഞാൻ കരുതി അവിടെയൊക്കെ കാണാത്തവർ, അതായത് ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയൊക്കെ കാണാത്തവരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമുക്കേ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. ചുമ്മാ കയ്യിൽ മൊബൈലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോയിട്ട് വീഡിയോ എടുത്താൽ മതിയല്ലോ. പക്ഷേ ഈ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടല്ലോ, അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എത്ര തവണ തെറ്റിപ്പോണെന്നറിയോ, എന്നാലും വിടില്ല ഞാൻ. അപ്പോൾ വെൽക്കം ടു മൈ വ്ളോഗ്. ഓക്കെ, അങ്ങനെ ഞാൻ വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇനി ഇവിടുന്ന് മെട്രോ പിടിച്ച് നേരെ കലൂർ മെട്രോ സ്റ്റേഷനിൽ. ഞാനിപ്പോൾ വന്ന ബസ്സുണ്ടല്ലോ, ആ ബസ്സിലെ കണ്ടക്ടർ ചേട്ടനുണ്ടല്ലോ, എനിക്ക് ബാക്കി 2 രൂപ തന്നില്ല ടിക്കറ്റിൻ്റെ. എനിക്കാണെങ്കിൽ അത് ചോദിച്ച് മേടിക്കാനും പറ്റിയില്ല എന്നല്ല, എനിക്ക് ഭയങ്കര മടിയാണ് ഇങ്ങനെ ബാക്കി പൈസയൊക്കെ ചോദിക്കാനായിട്ട്. അല്ലാത്ത കാര്യങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണെങ്കിൽ കൂടി ഇതുപോലെ ഈ പൈസയൊക്കെ ചോദിച്ച് മേടിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആവാറുണ്ട്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എങ്ങനെ അവരോടത് ചോദിക്കും? അത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ? എന്നോട് വല്ലതും പറയുമോ? ഇങ്ങനെയൊക്കെ തോന്നും. അത് ഈ പൈസ കാര്യത്തിൽ മാത്രം, വേറൊരു കാര്യത്തിൽ എനിക്കങ്ങനെ തോന്നാറില്ല. നിങ്ങൾക്കങ്ങനെ വല്ലതൊക്കെ തോന്നാറുണ്ടോ ഇതുപോലുള്ള കാര്യങ്ങളിൽ? ഇതുപോലെ ഇപ്പോൾ എനിക്ക് 2 രൂപ തന്നില്ല, വേറെ എത്ര പേർക്ക് 5 രൂപ, 1 രൂപ, അങ്ങനെ എത്ര രൂപകൾ അവരിങ്ങനെ കൊടുക്കാതെ കൈ വയ്ക്കുന്നുണ്ടാവും. ഇതൊക്കെ എന്നിട്ട് ബസ്സിൻ്റെ മുതലാളിക്ക് കൊടുക്കുമോ? ഇല്ലല്ലോ, ഇവരല്ലേ എടുക്കുക. അങ്ങനെ എൻ്റെ ആ 2 രൂപയും കൊണ്ട് ആ പുള്ളിക്കാരൻ കോടീശ്വരനായി മാറുമായിരിക്കും. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ദാണ്ടെ 14 മിനിറ്റ് നമുക്ക് മെട്രോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഞാനിങ്ങനെ പാട്ടൊക്കെ കേട്ടിങ്ങനെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 14 മിനിറ്റിൽ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ മെട്രോ ഇതാ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. ഞാനൊരു വൈഡ് ആംഗിളിൽ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ആ ചുമല ചെറുതായിട്ട് ചേച്ചി നമ്മുടെ ഇടയിൽ കയറി നിന്ന് കളഞ്ഞു. ഈ ചുമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പാണ് കേട്ടോ, നമ്മുടെ നാട്ടിൽ ചുമല എന്നൊക്കെയാണ് പറയുക. അങ്ങനെ പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് നാക്കിൽ പെട്ടെന്ന് അങ്ങനെ വരുള്ളൂ കേട്ടോ, ഒന്നും വിചാരിക്കരുതേ. ഓക്കെ, ഹായ്, നല്ല ഭംഗിയുള്ള ചെറുക്കന്മാർ. സോറി ഗൈസ്, ഞാൻ ഇടയ്ക്ക് മാറ്റരുന്നൊന്ന് വിട്ടുപോയി. നമുക്കപ്പോൾ മെട്രോയിലേക്ക് കയറാം കേട്ടോ. നമ്മളങ്ങനെ കലൂർ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇവിടെ നിന്ന് ഓടിപ്പോണം, ഇല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റ് കിട്ടൂല. ഓടട്ടെ ലിഫ്റ്റ് കിട്ടിയായിരുന്നു കേട്ടോ. നമ്മളിപ്പം താഴത്തോട്ട് ഇറങ്ങി. ഇനി ഇവിടുന്ന് താഴെ ചെന്നിട്ട് താഴേന്ന് ഓട്ടോ പിടിച്ച് വേണം അവളുടെ വീട്ടിലേക്ക് പോകാൻ. മെട്രോ സ്റ്റേഷൻ്റെ താഴെ എത്തിയിട്ടോ. ഇനി ഇവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് വേണം അവളുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. ആ ഫ്രണ്ടിൽ തന്നെ 2-3 ഓട്ടോ കിടപ്പുണ്ട്. 3 ഇല്ലെന്ന് തോന്നുന്നു, 2 ഓട്ടോ കിടപ്പുണ്ട്. നമുക്ക് മുമ്പിലത്തെ ഓട്ടോ വിളിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി. ഇനി നേരെ ദേവൂട്ടിയുടെ വീട്ടിലോട്ട്, നമ്മുടെ വാട്ടർ മെട്രോയിലേക്ക് പോവാം. അവിടെ നിന്ന് മെട്രോ പിടിച്ചിട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് പോവാം കേട്ടോ. ഹൈക്കോട്ട് എത്തിയിട്ടോ. ഇവിടുന്ന് ഉള്ളിലേക്ക് ഊബറൊന്നും വിടില്ലെന്നാണ് നമ്മുടെ ഊബർ ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് മെയിൻ റോഡിൽ നിന്ന് മെട്രോ സ്റ്റേഷൻ വരെ നമ്മൾ ഇറങ്ങി നടക്കണം. ഭാഗ്യത്തിന് മഴ നിന്നായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല, നടന്നു പോവാം. മഴ പെയ്തിട്ട് കൂടി ഞങ്ങൾ 2 പേരും കുടയെടുക്കാണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. നോക്കണേ, ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ബോധം, മനസ്സിലായോ?
കാണുന്ന കെട്ടിടം ഉണ്ടല്ലോ, ഇത് കുറേ വർഷം പഴക്കമുള്ളൊരു കെട്ടിടമാണ് കേട്ടോ. ഇതിൻ്റെ ഷേപ്പ് നമ്മുടെ കൈ ഇങ്ങനെ കൂപ്പി പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലാണ് കേട്ടോ ആ ഒരു കെട്ടിടം പണിത് വെച്ചിരിക്കുന്നത്. കറക്റ്റ് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്നാലും നമ്മുടെ പഴയ മലയാള സിനിമയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കെട്ടിടം കാണാൻ പറ്റും. ഇതേപോലെ തന്നെ സെയിം കെട്ടിടം തൊട്ടപ്പുറത്ത് ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, സെയിം ഇതേ ഷേപ്പിൽ തന്നെ. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ അങ്ങേറ്റത്തായിട്ട് അതുകൂടി കാണാൻ പറ്റും കേട്ടോ. ഞങ്ങളങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇവിടുന്ന് ഫോർട്ട് കൊച്ചിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ടിക്കറ്റ് റേറ്റ് ആക്ച്വലി ഞാൻ മറന്നുപോയി കേട്ടോ. ടിക്കറ്റ് എത്രയായിരുന്നു എന്ന് ഓർത്തിരുന്നെങ്കിൽ ഞാൻ അതുകൂടി ഇതിൽ ചേർത്തേനെ. ഇനിയിപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോകുന്നത്. ഇതാണ് കേട്ടോ ടിക്കറ്റ്. നമ്മുടെ മെട്രോ ട്രെയിനിൻ്റെ ടിക്കറ്റ് പോലല്ല കേട്ടോ, ഇതിൻ്റെ ടിക്കറ്റിന് വ്യത്യാസമുണ്ട് കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ ആ ഒരു എൻട്രൻസിനും വ്യത്യാസമുണ്ട്. ആ തുറന്നു പോകുന്ന വാതിലല്ല, ഈ ഒരു കുഴൽ കണ്ടോ, അതിൽ ഇടിച്ച് കയറി വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ അപ്പുറത്ത് വൈപ്പിനിലേക്കുള്ളതാണ് കേട്ടോ, നമ്മളിപ്പുറത്ത് ഫോർട്ട് കൊച്ചിയിലേക്കുള്ളതാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ മെട്രോ എടുക്കും കേട്ടോ. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി മെട്രോയുടെ അകത്തേക്ക് കയറാം. അതിനകത്തു നിന്നുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഈ മെട്രോയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വിൻഡോ അല്ല. നമ്മുടെ സാധാരണ ബോട്ടുകളിൽ നമ്മുടെ ചെറിയ വിൻഡോസ് അല്ലേ ഉണ്ടാവുക, ഇങ്ങനെ സ്ക്വയറായിട്ട്. പക്ഷേ ഇതങ്ങനല്ല, വലിയൊരു ചില്ലിട്ടേക്കുന്ന കാരണം നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര നന്നായിട്ട് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കേരള സർക്കാരിൻ്റെ ഭയങ്കര നല്ലൊരു സംരംഭമായിട്ടാണ് കേട്ടോ എനിക്ക് വാട്ടർ മെട്രോ തോന്നിയത്. അപ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ട് ബാക്കി കാഴ്ച കാണാം കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മൾ മെട്രോയ്ക്ക് അകത്ത് കയറിയാലും പുറത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് കാണാൻ പറ്റുമെന്ന്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ലേ? നല്ല രസമായിട്ട് കാണാൻ പറ്റുന്നില്ലേ എല്ലാം. സാധാരണ നമ്മുടെ ബോട്ടുകളിലൊക്കെ കയറുമ്പോഴേക്കും അതിൻ്റെ വിൻഡോയുടെ പാളി ഇടയിൽ കൂടി വരുന്നതുകൊണ്ട് നമുക്ക് പുറത്തെ മുഴുവൻ കാഴ്ചകളും കാണുമ്പോഴത്തേക്ക് ഇടയ്ക്കൊരു തടസ്സം ഉണ്ടാവില്ലേ, അത് ഈ മെട്രോയ്ക്കകത്ത് ഉണ്ടാവില്ല. വലിയ ചില്ലിട്ടിട്ടുള്ളത് കൊണ്ട് ഒരു തടസ്സവും ഇല്ലാതെ അങ്ങേയറ്റം വരെയുള്ള കാഴ്ചകൾ നമുക്ക് ഭംഗിയായിട്ടിരുന്ന് കാണാൻ പറ്റും. മാത്രമല്ല നമുക്ക് വെയിലടിക്കോ ഇല്ല, ഭയങ്കര സിക്കകത്തിരുന്ന് നമുക്ക് യാത്ര ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷറിയസ് യാത്ര എന്ന് തന്നെ പറയാൻ പറ്റൂ കേട്ടോ നമ്മുടെ മെട്രോ. പിന്നെ ഈ മെട്രോയിൽ കയറിയിട്ടില്ലാത്തവരുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ഉറപ്പായിട്ട് ഒരു തവണയെങ്കിലും മെട്രോയിലൊന്ന് കയറി യാത്ര ചെയ്യണം കേട്ടോ. വലിയ ഒരു പൈസ ചിലവും വരുന്നില്ല, നല്ലൊരു യാത്രയാണ്. നമുക്കിതിനകത്തിരുന്ന് നമ്മുടെ അറബിക്കടലിൻ്റെ ആ ഒരു മനോഹാരിത ഇങ്ങനെ ആസ്വദിച്ചങ്ങ് യാത്ര ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ മെട്രോയിൽ കയറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊച്ചിയിൽ വരുമ്പോഴേക്കും ഉറപ്പായിട്ടും വാട്ടർ മെട്രോയിൽ കയറാനായിട്ട് നോക്കണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ സത്യമാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയെ. നമ്മളങ്ങനെ കൊച്ചി എത്താറായിട്ടോ, ഫോർട്ട് കൊച്ചി. നിങ്ങളിതാ അവിടെ ഒരു കെട്ടിടം കാണുന്നുണ്ടോ? ആസ്പിൻ വാൾ എന്ന് പറഞ്ഞിട്ടുള്ള കെട്ടിടമാണത്. അതൊരു ഹിസ്റ്റോറിക് ഹെറിറ്റേജ് ആണ് കേട്ടോ. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ആ കെട്ടിടം പണിതത്. അതൊരു കമ്പനിയാണ്. നമ്മുടെ സ്പൈസസും തേയിലയും കാപ്പിക്കുരുവും കയറും ഒക്കെ വ്യാപാരം നടത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ തുടങ്ങിയ ഒരു കമ്പനിയാണ് കേട്ടോ അത്. ഫൈനലി നമ്മൾ കൊച്ചി എത്തി ഗൈസ്. നമുക്ക് മെട്രോന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങാം കേട്ടോ.
വേണോ? ഇനി ഫോർട്ട് കൊച്ചിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും കേട്ടോ. അതും വലിയ മീനൊക്കെ, നമ്മൾ കണ്ടിട്ടില്ലാത്ത മീനൊക്കെ ഉണ്ട്. പേരൊന്നും അറിയില്ല. കണവയൊക്കെ ഉണ്ട്. ഞണ്ട് കണ്ടോ, ഞണ്ട് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഡിഷാണ് കേട്ടോ. ഞണ്ട് റോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ അവിടെയാണോ? എത്ര പ്രോൺസ്? അല്ല ഇത് കൊഞ്ചല്ലേ? 700. ഇത്രയ്ക്കോ? ഇതോ ഈ ഇത്ര അളവിനാണോ? തിരിച്ചു അതെ അതെ. ആ അവിടെ പോകാൻ പറ്റുമോ? 50 രൂപ. എങ്ങനെയാ പോകുന്നേ? ആ ഇത് ചീനവല കാണാൻ എവിടെയാ? അവിടെയോ? ആ ഓക്കെ. നിങ്ങളെ ഞാനേ ചീനവല കാണിച്ചു തരാം കേട്ടോ. നമുക്കൊരു പാലത്തിൽ കൂടി ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ചീനവല അടുത്ത് നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു 50 രൂപ തന്നാൽ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന്. അപ്പം ഞാൻ 50 രൂപ എടുക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇല്ല വെറുതെ പറ്റിച്ചതാന്ന് പറഞ്ഞു. നോക്കിക്കേ, പ്രാവിനൊക്കെ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാണുന്നുണ്ടോ? അത് കയ്യിൽ വന്നിട്ട് തിന്നും. പക്ഷെ ഞങ്ങൾ വന്നപ്പോഴേക്കും അത് പറന്ന് പോയിട്ടുണ്ടായിരുന്നു. കയ്യിൽ തീറ്റ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ കേട്ടോ. ഈ പാലത്തിൽ കൂടെയാണ് കേട്ടോ നമ്മൾ ആ ചീനവലയുടെ അടുത്തേക്ക് പോകുന്നത്. കാക്കകൾ നേരെ നിൽക്കണമൊക്കെ ഒരു പേടിയില്ലാണ്ട്, ഇതിനൊന്നും ഒരു പേടിയില്ല. ഞാനോ? കോട്ടയം. നല്ല ഫ്രെയിം. അയ്യോ, ഞാൻ വീഡിയോ എടുത്തതുകൊണ്ട് പതുക്കെ വന്നതാ. കോട്ടയം. കോട്ടയം. എന്തോ? എൻ്റെ പേരോ? അഖില. കോട്ടയം പാലയിലാണ്. അല്ല, അവിടെ നിന്നെ കുറച്ച് അച്ചായന്മാരുണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ. ധൈര്യമായിട്ട് പോരടി, ധൈര്യമായിട്ട് പോര്. ഞാൻ പേര് പറഞ്ഞായിരുന്നല്ലോ, അഖില. സാഗർ ഏലിയാസ് ചാക്കി.
ഓ ചേട്ടൻ അറുപത് I will explain. Okay. This is a Chinese fishing net and 700 years old technology. 5 months, 6 months only make in a year. One day 200, 300 up and down pulling very hard job. This one owner other man 30% money goes to owner, 70% money is people share. December, October, November and good fishing, good catching. To the bad season difficult time. After tsunami very problem. 21 net and years tsunami come back all net and blocked. Indian money and Tala group is one net and fitting. Inside Arabian Sea, this one 41 liver water, this one LNG gas tanker, small island wiping, this one Cochin port and big city marine drive. Now per second Oh. just playing it. Thank you, Da. Yes, sit down, I will tell. I know what you're ആ പഠിച്ചു വെച്ചേക്കുവാണോ? ആരാ എഴുതി തന്നെ? എല്ലാം പഠിച്ചു. ആ കൊള്ളാം. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ 40 സെക്കൻഡ് വർത്താനം പറയാനായിട്ട് ചേട്ടൻ നമ്മളോട് ചോദിച്ചത് 5000 രൂപയാണ്. ഞാൻ ഭാഗ്യം നിന്ന് ഒരു 50 രൂപ എടുത്ത് കൈ കൊടുത്തിട്ട് ചേട്ടൻ ഇതെൻ്റെ സന്തോഷത്തിന് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. 5000 രൂപയെ കുറേയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവുമല്ലോ പുള്ളിക്കാരൻ ഇങ്ങനെ. എന്താ സംഭവം എന്നൊക്കെ അറിഞ്ഞോ? ഇതെന്തായിരിക്കും ഒരു സംഭവം? പീരങ്കിയോ? അങ്ങനെ സോറി, പീരങ്കിന്ന് എന്താ സാധനം എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ ആകാശം കാണാൻ. ആ ഇത് ഇപ്പം തുറന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇത് നേരത്തെ കണ്ടിട്ടില്ല. ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്, നല്ല വിശപ്പുണ്ട്. എൻട്രൻസ് എവിടെയാണോ? ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിട്ടോ ഗൈസ്. അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം മന്തിയായിരുന്നു. ഞങ്ങളതാണ് ഓർഡർ ചെയ്തത്. കൊള്ളായിരുന്നു കേട്ടോ, മോശം പറയാനൊന്നും ഇല്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. പിന്നെ റെസ്റ്റോറൻറ്റിൽ അധികം വീഡിയോസൊന്നും ഇല്ല, കാരണം അവിടെ കയറിയപ്പോൾ തന്നെ എൻ്റെ മൊബൈലിൻ്റെ ചാർജ് തീർന്നു പോയായിരുന്നു. അപ്പോൾ നമ്മളവിടെ കുത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീട് മലയാളികൾക്ക് ആർക്കും അറിയില്ല
എന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ ബിഗ് ബിയിലെ മമ്മൂക്കാൻ്റെ വീടാണ് കേട്ടോ ഇത്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഫോർട്ട് കൊച്ചി വരുന്ന എല്ലാവരും തന്നെ ഇവിടെ വരാറുമുണ്ട്, ഇവിടെ ഫോട്ടോ എടുക്കാറുമുണ്ട് എന്നറിയാം. എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോസൊക്കെ ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്നിട്ടൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഈ കാണുന്ന റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, ലോഫസ് കോർണർ കഫേ. ഇവിടെ ഭയങ്കര ആംബിയൻസ് ആണ് കേട്ടോ. ഇവിടെ നല്ല ചീസ് കേക്കൊക്കെ കിട്ടും, പിന്നെ പാസ്തയൊക്കെ കിട്ടും. പിന്നെ എന്താ ഇവിടെ സ്പെഷ്യലായിട്ടുള്ളത്, ഇവിടുത്തെ ക്ലബ് സാൻഡ്വിച്ചും കിടുവാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് റെസ്റ്റോറൻ്റാണ് കാശി ആർട്ട് കഫേ. ഞാൻ എപ്പോൾ ഫോർട്ട് കൊച്ചി വന്നാലും ഞാൻ അവിടെ കയറാറുണ്ട് കേട്ടോ. അവിടുത്തെ ചോക്ലേറ്റ് കേക്ക്, മോനെ എന്താ ടേസ്റ്റ് എന്നറിയോ. ചോക്ലേറ്റ് കേക്കും ഐസ് ടീയും, ഇതാണ് ഞാൻ എപ്പോഴും അവിടെ ചെല്ലുമ്പോഴേക്കും ഓർഡർ ചെയ്യാറ് കേട്ടോ. കാശി ആർട്ട് കഫേയിൽ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോകണം കേട്ടോ, അവിടെ പോകണം. അതുപോലെ ചോക്ലേറ്റ് കേക്കും ട്രൈ ചെയ്യണം കേട്ടോ. ഞാനിങ്ങനെ നടന്ന് പോകുമ്പോഴേക്കും ഇത് അവിടെ ഒരാൾ കിടക്കുന്നത് കണ്ടു, അപ്പം തന്നെ വീഡിയോ എടുത്തു. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലെ തെണ്ടൽ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ കുര്യച്ചൻ്റെ നടയിലേക്ക് പോവാം. അത് മട്ടാഞ്ചേരിയിലാണ് കേട്ടോ, ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. സോ നമുക്ക് ഓട്ടോ പിടിച്ച് അങ്ങോട്ട് പോവാം കേട്ടോ. ചേച്ചി 30 രൂപ. താങ്ക് യു. അപ്പോൾ ഗൈസ്, ഇതാണ് മട്ടാഞ്ചേരി ഭ്രാന്തൻ കുര്യച്ചൻ്റെ പള്ളി കേട്ടോ. നമ്മുടെ എന്തെങ്കിലും വസ്തുക്കളൊക്കെ കളവ് പോയിട്ടുണ്ടെങ്കിലേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുമെന്നാണ് കേട്ടോ വിശ്വാസം. ഇവിടെ വെള്ളിയാഴ്ചകളിലാണെന്ന് തോന്നുന്നു നേർച്ചക്കഞ്ഞിയൊക്കെ കൊടുക്കും കേട്ടോ. പള്ളിയിൽ നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിറങ്ങി ഇനി ജങ്കാറ് പിടിച്ച് നമ്മൾ നേരെ വൈപ്പിനിലേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത്. നമ്മൾ ജങ്കാറിൽ കയറാൻ പോവുക. അതിന് നമുക്ക് ആദ്യം ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വരാം കേട്ടോ. നമുക്ക് പോകാനുള്ള ജങ്കാറ് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്നിപ്പം വണ്ടികളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അങ്ങോട്ട് കയറാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ ടിക്കറ്റ്. ഒരാൾക്ക് 6 രൂപയാണ് കേട്ടോ ഗൈസ്. ജങ്കാറിലെ ചേട്ടന്മാർക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ജങ്കാർ ഒരു 10 മിനിറ്റ് നിർത്തിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ടൈം നമ്മളോട് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പാർക്ക് പോലെ ഉണ്ട്, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മഴ പെയ്ത് കംപ്ലീറ്റ് നനഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് അവിടെ ഇരിക്കാം കേട്ടോ. പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ജങ്കാറിലേക്ക് ഓടിക്കയറി. അവിടെ സീറ്റ് ഉണ്ടായിരുന്നു, ഓടിപ്പോയി സീറ്റിലിരുന്നു കേട്ടോ. ഇല്ലാതെ നമുക്ക് കിട്ടൂലായിരുന്നു. ആദ്യം വന്നതുകൊണ്ട് സീറ്റ് കിട്ടി. അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വൈപ്പിന് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിടിക്കണം. ഇവിടെ നമ്മുടെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ ഓട്ടോ സ്റ്റാൻഡുണ്ട്.
നേരെ പോയി ഓട്ടോ വിളിക്കുക, നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട്. ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് ചേച്ചീനെ മക്കളെ ഒരുക്കിക്കൊണ്ട് ഞങ്ങൾ നേരെ ക്വീൻസ് വേയിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ പോകുമ്പോഴേക്കും എന്താ അമ്പലത്തിൽ ഘോഷയാത്രയാണെന്ന് തോന്നുന്നു കേട്ടോ. കുഞ്ഞി കൃഷ്ണന്മാരും കുഞ്ഞി രാധമാരും ഒക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ എല്ലാത്തിനെയും കാണാനായിട്ട്. ക്വീൻസ് വേയിലെത്തി കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങേയറ്റം വരെ നടക്കണം. അവിടെയാണ് ഷോപ്പുകളൊക്കെ ഉള്ളത്. അങ്ങേയറ്റത്താണ് കൂടുതൽ ആൾക്കാരും ഉണ്ടാവുന്നത്. എനിക്കാണ് ഈ നടക്കുന്ന കാര്യം ഭയങ്കര മടിയാണ് കേട്ടോ. ഒരു ഊബർ വിളിച്ച് പോന്നാൽ മതിയായിരുന്നു എന്നേ. ഈ ചേച്ചി സമ്മതിച്ചില്ല, ബസ്സിൽ പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെയും വലിച്ച് കയറ്റിക്കൊണ്ട് പോകുന്നതാണ്. പക്ഷെ അവിടെ വരെ നടക്കുന്ന കാര്യം ഓർക്കുമ്പോഴേക്കും ഭയങ്കര മടുപ്പ് തോന്നുന്നുണ്ട്. ഒരു വിധത്തിൽ നടന്ന് നമ്മൾ ഇങ്ങേ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഓരോ ഷോപ്പിലും കയറി ഇറങ്ങി എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് തിന്നണം. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ചിക്കൻ ചീസ് റോള്, ഫ്രഞ്ച് ഫ്രൈസ്, പാനിപൂരി, സമൂസ ചാട്ട്, ബ്രൗണീസ് ഇതൊക്കെ വാങ്ങി തിന്നുക കേട്ടോ. തിന്നുന്നതിൻ്റെ ആക്രാന്തത്തിൽ ഇതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, സോറി. കുറേ നേരം അവിടെ വായി നോക്കി കുത്തിയിരുന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് വീണ്ടും മെട്രോ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ട്രെയിനിൻ്റെ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ MG റോഡ് സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ നേരെ വൈറ്റില സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. വൈറ്റില ഹബ്ബിൽ നിന്നാണ് ഞങ്ങൾക്കുള്ള ബസ്സുള്ളത്. ഞങ്ങൾക്കെന്ന് ഞാൻ പറഞ്ഞത് കൂടെ ഇപ്പോൾ അനിയത്തിയും കൂടി ഉണ്ട് കേട്ടോ. അവളിവിടെ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന പോക്കിൽ അവളെയും കൂടി കൂട്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ വൈറ്റില ഹബ്ബിലെത്തി. 8:30 കഴിഞ്ഞു. 8:45 ലാസ്റ്റ് ബസ്, കോട്ടയം ബസ് കേട്ടോ. ഇനി ആ ബസ് എവിടെയാണ് കിടക്കുന്നതെന്ന് തപ്പി കണ്ടുപിടിക്കണം. ഞങ്ങൾക്ക് ബസ് കിട്ടി, വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്. വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു. ഞാൻ ഇനിയും വ്ളോഗുമായിട്ട് വരാം കേട്ടോ. ബൈ.